കുറേ കാലമായിട്ട് നമുക്ക് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത് ആ കുടുംബ രാഷ്ട്രീയമായി. സത്യം. ആ കുടുംബ രാഷ്ട്രീയം നഷ്ടപ്പെട്ട് നമ്മൾ വല്ലാത്തൊരു ഒരുതരം ആളുകളായി മാറിപ്പോയി. ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ പറയുമ്പോൾ എനിക്ക് വഴക്ക് കേൾക്കുമോ തെറ്റുമോ അങ്ങനെ ഒരു പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ അഭിനയിച്ചെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഭാഗമാവാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കാണുന്ന ആളാണ് ഞാൻ. കാരണം പിന്നെ ഹരീഷ് ഇപ്പൊ ഭയങ്കര ഉയരങ്ങളിൽ നിൽക്കല്ലേ, സിനിമ തിരക്കുന്നാലും എന്നെ ഓർത്തല്ലോ എന്നുള്ളതുകൊണ്ട് യാതൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നു. ആ ചിന്താഗതി കറക്റ്റായ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പം ഉള്ള ഒരു എന്താ പറയാ പുതിയത് ക്രിയേറ്റ് ആവുക എന്ന് പറയുന്ന ഒരു ഇതാണ്. പിന്നെ ദാസേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ് നമ്മളടുത്ത് ആദ്യം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഇയാൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ദാസനെ. അഖിലിനെ ഹരീഷേട്ടനെ ആക്സെപ്റ്റ് ചെയ്തത് ഹരീഷേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നവൻ ഈ ക്യാരക്ടേഴ്സിനെ കാണുന്ന രീതി. അതിന് കാരണം ഇത് മാത്രമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഉയരങ്ങളിലെത്തിയാൽ കൂടെ വർക്ക് ചെയ്തവരൊന്നും ഓർക്കേ ഇല്ല. അപ്പൊ ആകാശവാണിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ എന്താ പറയാ. ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു പ്രൊമോഷനിൽ ഈ ഫിലിമിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഹരീഷ് ഏട്ടൻ നമുക്കൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയുന്ന നടനാണ്. പിന്നെ നാടകത്തിൽ നിന്നും അതായത് സ്ട്രോങ് ഡ്രാമ ബാക്ക്ഗ്രൗണ്ടോടുകൂടി വന്ന നമ്മുടെ ഗിരീഷ് മണ്ണൂർ. പിന്നെ അതായത് എപ്പോഴും ഒരു പേര് ഭർത്താവിനോടൊപ്പം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചേച്ചി നമ്മുടെ എൽസി സുകുമാരൻ എന്ന് പറയുന്ന, അതും നാടകത്തിൻ്റെ ഒരു സ്ട്രോങ് ബേസുള്ള ആളാണ്. പിന്നെ ഒരു അപ്കമിങ് ആക്ട്രസ്, മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന നമ്മുടെ അനുപമ. പിന്നെ വളർന്നു വരുന്ന അല്ലെങ്കിൽ നിരവധി സിനിമകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സിനിമാമോഹം മനസ്സിൽ വെച്ച് ഒരു ജൈത്രയാത്ര തുടങ്ങുന്ന നമ്മുടെ സുദീപ് എന്നിവർ നമ്മളോട് കൊണ്ടുണ്ട്. അപ്പോൾ ഹരീഷ് ഏട്ടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഫസ്റ്റ് ദാസേട്ടൻ്റെ സൈക്കിൾ. അപ്പോൾ ഏതൊരു പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ഇതൊരു കോമഡി പടമാണ്, ഇതൊരു സീരിയസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോണർ. അപ്പം ഇതിൻ്റെ ജോണറിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതായത് നിങ്ങൾ വീടുണ്ടല്ലോ, ആ വീടാണ് ഈ ദാസേട്ടൻ്റെ സൈക്കിൾ. ആ വീട്ടിൽ എന്തൊക്കെ നടക്കും? ഒരു വീടാകുമ്പോൾ എന്തൊക്കെ നടക്കും? അതിൽ കോമഡി ഉണ്ടാവും, അത്യാവശ്യം ചെറിയ വഴക്കുകൾ ഉണ്ടാവും, ഓക്കെ, എല്ലാ തമാശകളുണ്ടാവും, മറ്റുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ രസങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു വീടാണത്. പക്ഷെ ആ വീടിൻ്റെ രാഷ്ട്രീയം പറയേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ടെന്ന് തോന്നി. കാരണം കുറേ കാലമായിട്ട് നമുക്ക് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത് ആ കുടുംബ രാഷ്ട്രീയമായി. സത്യം. ആ കുടുംബ രാഷ്ട്രീയം നഷ്ടപ്പെട്ട് നമ്മൾ വല്ലാത്തൊരു ഒരുതരം ആളുകളായി മാറിപ്പോയി തുടങ്ങി. അപ്പം അതിൻ്റെ ചില റിഫ്ലക്ഷൻസ് സമൂഹത്തിൽ കാണുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് കാരണം ഇത് മാത്രമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നഷ്ടപ്പെടൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കുടുംബ രാഷ്ട്രീയത്തിൽ. അപ്പോൾ പണ്ട് കുറച്ച് മുൻപ് വരെ നമ്മളെ ശ്രീനേട്ടനാണെങ്കിലും സത്യേട്ടനാണെങ്കിലും പ്രിയൻ സാറാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ബാലേന്ദ്ര മേനോൻ സാറാണെങ്കിലും ഒക്കെയുള്ള ആളുകളുടെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എവിടെയോ വെച്ച് പോയ റിലേ ബാറ്റൺ ഉണ്ടല്ലോ, ആ വടി, അത് ഞങ്ങൾ ഞാനും കൂടെ എടുത്ത് ഒന്ന് ഓടുകയാണ്. അവരുടെ സമ്മതം ഇല്ലാതെ തന്നെ. അതിന് സമയമായി എന്ന് ഞങ്ങൾക്ക് തോന്നി. അതാണ് സത്യത്തിൽ ഈ ദാസേട്ടൻ്റെ സൈക്കിൾ. ദാസേട്ടൻ്റെ സൈക്കിൾ അത് പറയപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഞങ്ങൾ വലിയ പ്രൊഡ്യൂസേഴ്സൊന്നും അല്ലാത്തത് കൊണ്ട് കുറച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് ലേറ്റായി ഇപ്പോൾ റിലീസ് ചെയ്യാൻ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വിചാരിച്ചു ഈ സിനിമ ഇങ്ങനെ ലേറ്റ് ആകും തോറും നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഏതൊരാളുകളെയും പോലെ. പക്ഷേ ഇതൊരു 6 മാസം മുന്നേ റിലീസായിരുന്നെങ്കിൽ കാര്യമില്ലായിരുന്നു. ഇതിപ്പോൾ അത്രയും കൃത്യമായ സമയത്താണ് റിലീസാവുന്നത്. അതിന് കാരണം നമ്മളെ ഇതിൽ സംസാരിക്കുന്ന സമകാലീന വിഷയങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദാസേട്ടൻ ഇറങ്ങേണ്ട ഒരു സമയം തന്നെയാണിത്. ദാസേട്ടൻ്റെ സൈക്കിളിൻ്റെ ബെല്ലടിച്ചിട്ട് ഇങ്ങനെ ഓടി എല്ലാ തിയേറ്ററുകളെയും ഓടേണ്ട ഒരു സമയം തന്നെയാണിത്. അപ്പോൾ കൃത്യസമയത്ത് ഇത് ഇറക്കാൻ പറ്റിയതിന് ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. ശ്രീനിവാസൻ സാറിൻ്റെ ഒരു ഡയലോഗാണ്, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. തീർച്ചയായിട്ടും ദാസേട്ടൻ അതിൻ്റെ സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ചോദിക്കാനുള്ളത് ഹരീഷ് ഏട്ടാ, ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ്, ശരിക്കും പറയണ ഒരു എണ്ണം പറയണ ഒരു 20ഓളം ഗംഭീര ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. പ്രധാന ക്യാരക്ടറുള്ള അങ്ങനെയൊന്നും ഇല്ല ഇതിൽ. കാരണം എന്താ വെച്ചാൽ ഇതിൽ വന്നു പോകുന്ന ഓരോ ആൾ പോലും വെറുതെ വന്നു പോകുന്നതല്ല. അയാൾക്കൊരു കൃത്യമായ ഒരു ജോലി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്, പർപ്പസ് ഉണ്ട്, കാര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചു. ഇപ്പോൾ നേരത്തെ അവർ സുധിയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാനും അഖിലും കൂടെ തീരുമാനിച്ചു, നമ്മളെ കോഴിക്കോടൻ
കോഴിക്കോട് വെച്ചിട്ടാണ് ഞങ്ങൾ കഥ പറയുന്നത്. കോഴിക്കോടിൻ്റെ എല്ലാ മണവും സൗന്ദര്യവും ഒക്കെ ഉള്ള മനുഷ്യരായിരിക്കണം അതിൽ. അങ്ങനെ ഉണ്ടല്ലോ, കോഴിക്കോടിൻ്റെ ഒരു സൗന്ദര്യം, ഓരോ നാട്ടിലും ഓരോ സൗന്ദര്യം. അപ്പോൾ ആ സൗന്ദര്യം ഒന്ന് പിടിക്കണം. അതുതന്നെയായിരിക്കും ഈ സിനിമേൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഞാൻ അറിയാം, എൻ്റെ ഒരു നാടക ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ ഒരു സിനിമ കോഴിക്കോട് വെച്ച് നിർമ്മിക്കുന്ന എൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കുക, അതിൽ കുറേ തിയേറ്ററിൽ എന്നെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും നമുക്ക് പെടുത്താനും പറ്റില്ല. ഈ കഥാപാത്രങ്ങളായിട്ട് ചേരുന്ന ആളുകളും കൂടി ആയിരിക്കണമല്ലോ. അങ്ങനെയാണ് ആ കഥാപാത്രങ്ങളെ വെച്ചിട്ട് അതിൽ എൻ്റെ തിയേറ്ററിൽ ആരുണ്ട് എനിക്ക് എന്ന് നോക്കുന്ന ഒരു രീതിയായിരുന്നു അഖിലായിട്ട് ബന്ധപ്പെടുക. അഖില അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നെ. അത് ഹരീഷേട്ടൻ പറഞ്ഞാൽ മതി എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. കാസ്റ്റിംഗ് ഹരീഷേട്ടനായിരുന്നു? അങ്ങനെയല്ല, കാസ്റ്റിംഗ് ഞാൻ എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും അഖിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഞാൻ അഖിലിനോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സംവിധായകൻ എന്നുള്ള നിലയിൽ എനിക്ക് തന്നിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അഭിപ്രായം പറയുമായിരുന്നു. അപ്പൊ അതിലിപ്പോ ഈ ഇരിക്കുന്നവരിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് എൽസിജിയാണ്. എൽസിജി വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ആളാണ്. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നാടകത്തിൽ തമർത്ത് മറിയുന്ന ആളാണ് എൽസിജി. അറിയാത്തവരൊന്നും കേരളത്തിൽ ആരും ഇല്ല നാടകമായിട്ട് ബന്ധപ്പെട്ടവരില്ല. പക്ഷേ എൽസിജി സിനിമകളിലൊന്നും അത്ര സജീവമായിട്ടില്ല. എന്നോ സജീവമാവേണ്ട ആളുമാണ്. ഇപ്പോൾ എൽസിജിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഓർമ്മ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. അതായത് കോഴിക്കോട് ആകാശവാണിയിൽ ഒരു 19-20 വയസ്സ് മുതലേ ഞാൻ ആർട്ടിസ്റ്റാണ്, നാടക ആർട്ടിസ്റ്റ്. അപ്പോൾ അന്ന് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെയാണ് എനിക്ക് എൽസിജിയോടെ ഇപ്പോൾ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അന്ന് ശരിക്കും എൻ്റെ ടീച്ചറും കൂടിയാണ്. കാരണം എനിക്ക് മലയാളത്തിലെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് തിരുത്തി തന്ന്, അക്ഷരങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഉച്ചാരണങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റുമല്ലോ. ഇന്നത്തെ പോലെയല്ല, അന്ന് കുറച്ചുകൂടിയൊക്കെ തെറ്റുകൾ കൂടുതലായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുത്തി തന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മളെ നാടകമൊക്കെ കയറ്റിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ ഇതിലൊരു അമ്മ കഥാപാത്രം വന്ന സമയത്ത് ഞാനിങ്ങനെ ആദ്യം എൽസിജി അല്ല കേട്ടോ സത്യത്തിൽ ആലോചിച്ച്, വേറെ കുറേ ഇങ്ങനെ പോയി അത് ആപ്റ്റാവുന്നില്ല. ആ ഒരു ക്യാരക്ടറിന് അത് കുറേ പേരുകൾ ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പെട്ടെന്നാണ് എനിക്ക് എൽസിജിൻ്റെ സംഭവം. അതിന് കാരണം ഐശ്വര്യതിയിൽ നമ്മളെ ബാലേട്ടൻ്റെ വിജയിച്ചി അഭിനയിച്ചിരുന്നു. നിലമ്പൂർ ബാലേട്ടൻ്റെ വിജയിച്ചി എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു. അപ്പോൾ അന്ന് വിജയിച്ചി കോഴിക്കോട് കുറേ കാലത്തിന് ശേഷം വന്നപ്പോൾ എൽസിജി പഴയ സുഹൃത്തുക്കളാണ് വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് എൽസിജി എന്ന് ഞങ്ങൾ ലൊക്കേഷനിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് എനിക്ക് എൽസിജിയിലേക്ക് കറക്റ്റായിട്ട് കത്തിയപ്പോൾ ഞാൻ എടാ അഖിലെ ഇതിന് എൽസിജി സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പക്ഷേ എൽസിജി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനില്ലായിരുന്നു. അന്ന് ഞാൻ വേറൊരു സിനിമേൻ്റെ ഷൂട്ടായിട്ട് പോയത്. അപ്പോൾ ഞാൻ എന്നിട്ട് അഖിൽ അപ്പം തന്നെ ഫോട്ടോ എനിക്ക് അയച്ചിരുന്നു. എൽസിജി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് നമ്മൾ ഡിസിഷൻ മാറിയിട്ട് തെറ്റിയിട്ടേ ഇല്ല. അതുപോലെ ഇതിലൊരു അളിയൻ കഥാപാത്രമുണ്ട്. അളിയൻ ഒരു ഗംഭീര അളിയനാണ്, ഒരു ഒന്നൊന്നര അളിയനാണ്. അവളിതിങ്ങനെ അതേപോലെ ഇതായിട്ട് ആരെ ബന്ധപ്പെടും ഇങ്ങനെ പെട്ടെന്നാണ് ഗിരിന്ന് പുറമെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗിരി പക്ഷേ ഗിരിക്ക് കുറച്ച് ഒരു ഗിരി തന്നെ പറയട്ടെ അശങ്ങളോടൊക്കെയാണ് വന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ സംഭവം. പക്ഷെ ഗിരി ഒന്ന് പെർഫോം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ചെയ്യടാന്ന് പറഞ്ഞിട്ട് അത് പെർഫോം ചെയ്തതോടുകൂടി ഗിരി വേറെ ലെവലായി. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇവർ രണ്ടുപേരും അല്ലാതെ തന്നെ കുറേ ആൾക്കാർ ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പോൾ രത്നാരേട്ടനൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, രത്നാരേട്ടനുണ്ട്, അത് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സിനിമ മലയാളത്തിലെ പ്രധാനപ്പെട്ട സംവിധായകർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായും മലയാള സിനിമയ്ക്ക് ഒരുപാട് നടന്മാരെ സംഭാവന ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതേപോലെ അനുപമയെ ഞങ്ങൾക്ക് അവസാന നിമിഷമാണ് കിട്ടിയത്. അനുപമ ശരിക്കും പറയുകയാണെങ്കിൽ സ്പോർട്സൊക്കെ ശരിക്കും പറയട്ടെ, ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് ആള്. അങ്ങനെ ഒരാളൊക്കെ നമുക്ക് സ്ത്രീകളിൽ അപൂർവമായിട്ട് ചിലപ്പോൾ കാണാറുള്ളൂ. എല്ലാവരും പുതിയ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും കുറച്ച് മുതിർന്നവരിലൊക്കെ അങ്ങനെ അപൂർവമായിട്ട് കാണാറുള്ളൂ. അപ്പോൾ അനുഭവം വേറൊരു ഫീൽഡായിരുന്നു. പക്ഷെ ആ ഫീൽഡിൽ നിന്ന് അനുഭവം കലയിലേക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് മാറി വന്ന ഒരാളാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ വേറൊരു ആർട്ടിസ്റ്റിനെയും തീരുമാനിച്ചത്. അവിടുന്ന് പെട്ടെന്ന് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കാരണം ക്ലേശായ സമയത്താണ് അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ വന്നപ്പോൾ അനുഭവം ഞങ്ങൾക്ക് വളരെയധികം സൗകര്യമായി മാറി. കാരണം അത്രയും നന്നായിട്ട് അനുപമ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, ഒരു ഉദാഹരണം, ഞാൻ ഈ സിനിമ കുറേ പ്രാവശ്യം കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം ഇതിലൊരു റേഷൻ വാങ്ങിപ്പോകുന്നൊരു സീനുണ്ട്. അത് അനുപമ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അഖിലിനോട് ഒരു കറക്റ്റായിട്ടോ നീ രണ്ടാമത് ആളെ മാറ്റി കിട്ടിയപ്പോഴും നല്ല രസമായിൻ്റെ സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ. അപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സുദീപിൻ്റെ ക്യാരക്ടർ, സുദീപിനെ സംബന്ധിച്ചോളം ഞാൻ സുദീപ് അഖിലിൻ്റെ സുഹൃത്താണ്. അങ്ങനെ അപ്പം ഞാനും സുദീപും തമ്മിൽ കോമ്പിനേഷൻസ് ചെയ്യുന്നത്. ഇപ്പം ഇന്ന് രാവിലെ സുദീപ് വന്നപ്പോൾ തന്നെ സുദീപിൻ്റെ ഒരു ഡയലോഗാണ് ഞാൻ സുദീപിനോട് പറഞ്ഞത്. സുദീപിൻ്റെ ഡയലോഗ് ഡെലിവറീൻ്റെ ഒരു രസമുള്ള ഒരു വൈബ്രേറ്റ് ചെയ്തൊരു സാധനമുണ്ട്. നല്ലത്, അത് ഇപ്പോൾ പറയുന്നില്ല, അത് ട്രെയിലറിലുണ്ട് ആ സാധനം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാധ്യത. ഞാൻ കുറച്ച് ദീർഘിപ്പിച്ചെങ്കിൽ ക്ഷമിക്കാം.
അപ്പോൾ ഈ അനുഭവങ്ങളല്ലേ, ഒരു പ്രശ്നമില്ല. എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഗിരീഷ് ചേട്ടാ, നാടകങ്ങൾ ഒരുപാട് അനുഭവിച്ചല്ല അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അനുഭവിക്കുകയും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫിലിമിലേക്ക് വന്നപ്പോൾ ഒന്ന് സൗഹൃദം, രണ്ടാമത്തതായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് എന്ത് തോന്നി ഇവിടെ വന്നപ്പോൾ? ഈ സിനിമയുടെ ബന്ധപ്പെട്ട് തന്നെ ആദ്യം വിളിക്കുന്നത് അഖിൽ, ഡയറക്ടർ. ഓക്കെ. അപ്പോൾ ഞാൻ ഓഫീസിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് വിളിക്കുന്നത്, വണ്ടിയിലാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞു, ദാസേട്ടൻ്റെ സൈക്കിൾ എന്നാണ് പേര്, അതിലൊരു റോളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടിയിലായതുകൊണ്ട് തമാശയ്ക്ക് വേണ്ടിയിട്ട് പലരും അങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഹരീഷിനെ വിളിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അഖിൽ കാവുകളാണ് വിളിച്ചത്, ശരിയാണ്, അതിലെൻ്റെ അളിയനായിട്ടാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് സിനിമയാണ്. ആ കൊത്ത് എന്നൊരു സിനിമയിൽ ഞാൻ ഫസ്റ്റ് ഷെഡ്യൂളിൽ പോയിരുന്നു. ഓഫീസ് സംബന്ധമായി തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ ഇത് പറയാം. അതുകൊണ്ട് പ്രത്യേക അനുഭവം എന്ന് പറയുന്നത് ഒരു നാടക റിഹേഴ്സൽ ക്യാമ്പിലേക്ക് ചെന്ന അനുഭവം ഉണ്ടായത്. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹരീഷ് നേരത്തെ അറിയാം, ബാക്കിയുള്ള എല്ലാവരെയും എനിക്ക് അറിയാം. എന്നാലും ക്യാമറയ്ക്ക് മുമ്പിലുള്ള ഒരു ചെറിയ ആശങ്ക കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പം എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഈ ഒരു സിനിമ ഈ തിയേറ്ററിൽ എത്തുന്നു 14 അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. കുറച്ച് കാത്തിരിക്കായിരുന്നു, എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയില്ല. ഓക്കെ. സന്തോഷം. സിനിമ മുഴുവനായി കണ്ടോ? സിനിമ മുഴുവനായി കണ്ടിട്ടില്ല, സസ്പെൻഷനാണ്. ഓക്കെ. പിന്നെ നാടകവും ഫിലിമും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ത് തോന്നുന്നു? നാടകവും സിനിമയും നല്ല വ്യത്യാസമുണ്ട്. കാരണം ഞാൻ അത്രയൊന്നും ചെയ്യേണ്ടതില്ലെന്ന് പിന്നീട് എനിക്ക് പറഞ്ഞിരുന്നു, ഡയറക്ടർ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ മറ്റ് മൂവിയല്ല ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലായി നാടകമല്ല സിനിമയായിട്ട്. അത് പുതിയ അനുഭവം ഇതിലൂടെ എനിക്ക് കിട്ടിയത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഹരീഷൊക്കെ എന്നെ വിളിച്ചു ഓർത്തെടുത്തു എന്ന് തന്നെ വളരെ സന്തോഷം. ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എത്ര വർഷത്തിന് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് 10-30. കാരണം 10-40 വർഷത്തോളം അപ്പുറത്തൊക്കെ ഞാൻ നാടകരംഗത്തുണ്ട്. ഹരീഷിന് നേരത്തെ ജയപ്രകാശ് സ്കൂളിൽ വീട്ടിലായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവിടെ പോകുന്ന സമയത്തൊക്കെ ഹരീഷ് അവിടെ ഉണ്ടാവും, ശശി ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എത്രയോ ജൂനിയറാണ്, നാടകത്തിലല്ല പോലെ മേഖലയിൽ ഞാൻ ജൂനിയറാണ്. എന്നാലും അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴാണ് ഒന്നിച്ച് സിനിമ അഭിനയിക്കാനുള്ള. ഓക്കെ. അപ്പോൾ എൽസി ചേച്ചി, അപ്പോൾ ഹരീഷ് ചേട്ടൻ പറഞ്ഞു ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ സിനിമയിൽ എത്തിയിട്ടില്ല, എത്തേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്ന്. അപ്പം ഈ സമയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാന്നറിയില്ല. സിനിമയിൽ കുറേ വർഷം മുമ്പ് തന്നെ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു മേഖലയായിട്ട് വല്ലാതെ അടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് ഞാൻ ഷീല, നസീർ സാറ്, മധു സാറൊക്കെയുള്ള പടത്തിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ദേവി, മഞ്ഞലാസിന്റെ ദേവി ഒക്കെ പറഞ്ഞ പടത്തില്. പിന്നെ സംഗമം തിയേറ്റേഴ്സിന്റെ സൃഷ്ടി എന്ന KT മുഹമ്മദ് എഴുതിയ നാടകം സിനിമയായപ്പോൾ നാടകത്തിലെ അതേ നായിക കഥാപാത്രമായിട്ട് അടൂർ ഭവാനി ചേച്ചി എൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിന് സമയമായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴോ? അതിനുശേഷം ലാൽജോ സാറിന്റെ പടത്തിലൊക്കെ ബിജു മേനോന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചാണ്. അപ്പൊ ലാൽജോ സാർ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചിക്ക് ഒരുപാട് വർക്ക് വരും, ഡബിങ് ഒക്കെ കണ്ടിട്ട് ജോഷി സാറും വിനയൻ സാറൊക്കെ ചോദിച്ചിരുന്നു ഏതാണ് ഈ അമ്മ എന്ന്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല. സിനിമ എനിക്ക് തോന്നുന്നു കഴിവിനേക്കാൾ ഉപരി ഭാഗ്യത്തിന്റെ ഒരു ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട്, ചെറിയ അറിവ് വെച്ചിട്ട്. ഇപ്പം ഇത് ഹരീഷ് എന്നെ ഓർത്തപ്പോൾ എനിക്ക് വല്ലാതെ എന്താ പറയുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറേ വർഷമായി കണ്ടിട്ട്, ഒരുപാട് വർഷമായി നേരിൽ കണ്ടിട്ട്, അല്ലേ? ഒരുപാട് വർഷമായി. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ വേഷം ഉണ്ട് ചേച്ചിയും ഞാനാണ് ഇതാക്കുന്നത്. വളരെ ചെറിയ വേഷമാണ്. നമുക്ക് എന്നാലും ഒന്ന് ഒത്തുകൂടാലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. പിന്നെ ഹരീഷ് ഇപ്പൊ ഭയങ്കര ഉയരങ്ങളിൽ നിൽക്കല്ലേ, സിനിമ തിരക്കുന്നാലും എന്നെ ഓർത്തല്ലോ എന്നുള്ളതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നിഷാന്ത് നിജിലൊക്കെയാണ് എന്നോട് ബന്ധപ്പെട്ടത്. അതിന് ഞാൻ ഓടി വരെയായിരുന്നു. അപ്പം ഹരീഷ് ചേട്ടനെ കുറിച്ചിട്ട് ഓർക്കുമ്പം ഏറ്റവും ആദ്യം വരുന്ന ഒരു ഓർമ്മ? ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ പിന്നീടൊന്നും നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ സിനിമയിൽ കാണുമല്ലേ.
അപ്പോഴും ഞങ്ങൾക്ക് എന്താ പറയാ, നമ്മൾ ഹരീഷാണെന്നൊക്കെ ഞാനൊക്കെ പറയാം കുട്ടികളോടൊക്കെ. എൻ്റെ മകൾക്ക് മോണാക്ട് പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഹരീഷ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചപ്പോഴും എന്നോട് ചോദിച്ചു, മോൾ എവിടെയാണ് ചേച്ചി എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഓർക്കുന്നില്ലേ ഈ കുട്ടി? ചില ആൾക്കാരൊക്കെ വലിയ വലിയ ഉയരങ്ങളിലെത്തിയാൽ കൂടെ വർക്ക് ചെയ്തവരൊന്നും ഓർക്കേ ഇല്ല. അപ്പൊ ആകാശവാണിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് വല്ലാതെ എന്താ ഇപ്പൊ പറയാൻ ഭയങ്കര റെക്കോർഡിങ്ങിന് ആകാശവാണിയിലെ നാടകങ്ങൾക്ക് ചില വാക്കുകളൊക്കെ നമ്മൾ പറയും, ചില അക്ഷരങ്ങളൊക്കെ എനിക്ക് അറിയണത് അത് അങ്ങനെയല്ലോ ഹരീഷ് അങ്ങനെയൊന്നും പറയാ. അതാണ് അത് ഒക്കെ ഓർക്കുന്നെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യല്ലേ. ആരാണ് ഓർക്ക ഇപ്പൊ ആ ഒരു സന്തോഷമാണ് ഞാൻ ഇപ്പൊ പങ്കുവയ്ക്കുന്നത്. വല്ലാത്തൊരു സന്തോഷം. നമ്മുടെ സിനിമ റിലീസായിട്ട് എല്ലാവരും കാണട്ടെ. എല്ലാവരും കാണട്ടെ, പല്ലൊക്കെ കടിച്ചിട്ടാണോ? എല്ലാവരും കാണട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും വന്ന് കാണണം. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ സീന മാത്രമേ കണ്ടിട്ടുള്ളൂ ഡബിങ്ങിന്റെ സമയത്ത്. അല്ലാതെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാൻ അറിയില്ല. അല്ല, കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് എൽസേച്ചിയുടെ കഥാപാത്രം വരുന്നതും അത് വല്ലാത്തൊരു ട്വിസ്റ്റ് വരുന്ന സ്ഥലത്താണ് അത് വരുന്നത്, ആ കഥാപാത്രം. പക്ഷെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥാപാത്രമാണ് കുറച്ചാണെങ്കിൽ പോലും. പക്ഷെ അതെനിക്ക് അറിയില്ല എങ്ങനെയാ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ 2 സീനായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്, ഡബിങ് സമയത്ത് കണ്ടു. അപ്പം ത്രൂ ഔട്ട് ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. നല്ലതാണ്, നന്നാവട്ടെ, എല്ലാവരും വന്ന് കാണുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഒന്ന് കാണും, വളരെ ഗംഭീരമാവും, ഉറപ്പാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യം എന്ന് പറയുന്നത് ഓരോ ടൈമിൽ വരുന്നതാണെങ്കിൽ ഈ ഒരു സിനിമ മുതൽ അങ്ങോട്ട് ആ ടൈം ആയിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അനുപമ, ഈ ഫിലിമിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു? ഒരു 4 കാര്യങ്ങൾ. ഈ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, ഹരീഷ് ഏട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്ന് പറയുന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഓർക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഓർമ്മ ചോദിക്കുമ്പോൾ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വലിയ ഭാഗ്യം. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഹരീഷയുടെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആദ്യമായിട്ട് നാടകം കണ്ടത് അച്ഛൻ്റെ കൂടെ. അന്ന് നാടകം കാണുന്ന സമയത്ത് ഹരീഷേട്ടന് ഭയങ്കര ഹെയർ ഒക്കെ ഉണ്ട്, ഈ പെർഫോമൻസ് ഭയങ്കരമായിരുന്നു. സ്റ്റേജിന്റെ മുന്നിൽ നമ്മളെ അങ്ങോട്ട് ആ ക്യാരക്ടറിലേക്ക് അങ്ങോട്ട് ഇറക്കില്ലേ നമ്മൾ. അന്ന് ഞാൻ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, അച്ഛൻ നാടകം കാണാൻ പോകുന്ന സമയത്ത് അങ്ങനെ കൂടെ പോയതാണ്. അന്നാണ് ഫസ്റ്റ് ഹരീഷേട്ടനെ കാണുന്നതും. പിന്നെ ഇവരാരാന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അന്നൊന്നും ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് എനിക്ക്. സ്പോർട്സ് ആയിരുന്നു, ഞാൻ സായിലായിരുന്നു, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ അത്ലറ്റ് ആയിരുന്നു. നാഷണൽ വിന്നറാണ് ഞാൻ. അത് കഴിഞ്ഞ് CRPF ജോലി കിട്ടി. ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് മാർഷൽ ആർട്സിൽ വീണ്ടും ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഹരീഷേട്ടൻ്റെ കൂടെ, അതിലേക്ക് ഇപ്പോൾ വരാം നമുക്ക്. ഹരീഷേട്ടൻ്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 years ബാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 4 years കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ചിലപ്പോൾ അവർ ചീത്ത പറയും, ഫയർ ചെയ്യും, ഇറങ്ങി പൊക്കോളാൻ പറയും, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പേടിയൊക്കെ വെച്ചിട്ടാണ് ആക്ച്വലി ഞാൻ അഭിനയിക്കാൻ വന്നത്. എന്നെ നിജിൽ വിളിച്ച സമയത്ത് ഞാനൊന്നും നോക്കിയില്ല, എന്താണ് സ്റ്റോറി എന്ന് പോലും അറിയാതെ സത്യം പറഞ്ഞാൽ ഹരീഷേട്ടൻ്റെ ഭാര്യയാണ്, അത്ര മതി. അപ്പോൾ ഞാൻ വന്നിട്ട് നമുക്ക് അഭിനയിക്കാമല്ലോ എന്നുള്ളതിലാണ് ഞാൻ ഓടി വന്നത്. ഒന്നും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല ഞാൻ, എന്താണ് എങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ വന്ന സമയത്ത് ഹരീഷേട്ടനെ കണ്ടപ്പോൾ എനിക്ക് കയറി സംസാരിക്കണം, ഞാനിങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഒരു ആരാധനയൊക്കെ ഉണ്ടാവില്ലേ നമുക്കുള്ളിൽ, അങ്ങനെ കണ്ടൊരാ. അപ്പോൾ ഹരീഷേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അപ്പം ഞാനൊരു നൈറ്റ് ഇട്ടിട്ടാ ഗേറ്റ് ഇട്ടിട്ട് നിൽക്കല്ലേ. ഹരീഷേട്ടൻ ആദ്യം രാവിലെ തന്നെ ഒരു ചൂലും പിടിച്ചിട്ടാണ് സീൻ അതാണ് വരുന്നത്. അപ്പം ഞാൻ വേഗം ഇട്ട് ചൂല് ഹരീഷേട്ടൻ ഇങ്ങനെ നോക്കി നിന്നു. പക്ഷെ എനിക്ക് ഞാൻ അനുപമ എന്ന് പറഞ്ഞു, അത്ര തന്നെ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ്. പിന്നെ ഹരീഷേട്ടനോട് ഷെയർ ചെയ്യുമ്പോൾ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ ആണെങ്കിലും ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് അവർ. ഇപ്പോൾ ഇൻഡസ്ട്രി, നമ്മുടെ ഈ മൂവി ഇൻഡസ്ട്രി അല്ലേ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്, നാടകങ്ങളിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ ആരാധനയോടുകൂടി എൻ്റെ കുട്ടിക്കാലത്തെ കണ്ട ഒരാളാണ്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ പറയുമ്പം എനിക്ക് വഴക്ക് കേൾക്കുമോ, തെറ്റുമോ, അങ്ങനെയുള്ള പേടിയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ ഇവർക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. എന്നാലും ഞാൻ ഉള്ളിലൊക്കെ ധൈര്യം സംഭരിച്ച്, നമ്മൾ സ്പോർട്സ് ആണല്ലോ, മാർഷൽ ആർട്സ് ആണല്ലോ, വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ധൈര്യമൊക്കെ ഉള്ളിൽ വെച്ച് ചില സീൻസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ ഡയലോഗ് പറയുകയാണ്, ഇപ്പുറത്തെ ടേൺ ചെയ്ത് ബ്രീത്ത് ഇൻ ഔട്ട്. അച്ഛൻ പറയാറുണ്ട് ടെൻഷൻ വരുമ്പോൾ ബ്രീത്ത് ഇൻ ഔട്ട്. അത് ചെയ്തുകൊണ്ടൊക്കെ ഞാൻ ചില സീൻസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടിരിക്കുന്നോന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്നൊരു ഫോൾട്ട് പോലും ഇവര് വളരെ കൂളായിട്ട് എടുത്ത് എന്നെ കൂളാക്കി ഇട്ട്
അഭിനയിപ്പിച്ചിട്ടുണ്ട് എന്നെ വളരെ കൊണ്ട്. കംഫർട്ട് ആയിരുന്നു Yes, ലൊക്കേഷൻ. വളരെ കംഫർട്ടായിരുന്നു. ഇപ്പൊ എനിക്കിപ്പോ ഇത്രയും ഞാൻ ഇവിടെ കുറച്ച് മൂവീസ് ചെയ്തു, അതിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷെ ആ ഒരു എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആരും അങ്ങനെയൊന്നും ചെയ്യില്ല. അവരിപ്പോ ഓക്കെ അല്ലെങ്കിൽ അത് അങ്ങനെ എല്ലാം ഫയർ ചെയ്യും വരും, അത് അങ്ങനെ ചെയ്യും എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. ഇവിടെ നമ്മൾ കൂളാക്കി ആ ക്യാരക്ടറിലേക്ക് നമ്മൾ എങ്ങനെ എന്നെ ഇറക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാം എന്ന് ഇവര് വളരെ നമ്മളെന്താ പറയാ അവരുടെ ലെവലിലല്ലാതെ നമ്മളെ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ കൂളാക്കിയിട്ട് ആ ക്യാരക്ടർ ആക്കി മാറ്റിയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള 3-4 നല്ല എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ മാർഷൽ ആർട്സ് പലപ്പോഴും പറയാനുള്ള നമ്മളെ അഭിനയത്തിൽ ഏറ്റവും വേണ്ട റിഫ്ലക്സ് ആണ്. മീൻസ് ഒരാൾ ആക്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിഫ്ലക്സ് ആണ്. അപ്പം അതും ഈ മാർഷൽ ആർട്സ് ഗുണം ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഒത്തിരി ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മിക്കതും എനിക്ക് കുറച്ചൊരു ബോൾഡായിട്ട്, അതായത് കുറച്ചൊരു ഹാഷായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ എനിക്കത് അത്ര ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തിട്ടില്ല. അത് ഈസി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ സാധനം ഉണ്ടല്ലോ. മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരാളെ ഉള്ളിൽ ആ ഒരു വൈബ് ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ഈസി എന്നല്ല, എനിക്കത് പ്രസന്റ് ചെയ്യാൻ കുറച്ചുകൂടെ. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് അനുവിന് ചിലപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ, പോലീസ് ക്യാരക്ടർ വേണ്ട അല്ല, അന്ന് എന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്ന എന്താ വെച്ചാൽ പോലീസ് ആയി കഴിഞ്ഞാൽ അവര് പോലീസ് തന്നെയായിരിക്കും എന്നുള്ള അന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോഴല്ലേ നമുക്ക് എത്രത്തോളം നമ്മളെ ഉള്ളിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട് എന്നുള്ളത് ഒരു ഡയറക്ടർക്ക് എന്തായാലും അറിയാൻ പറ്റും. നമ്മൾ ചെയ്ത ഒരു സീൻ കണ്ടാലും അവർക്ക് അറിയാൻ പറ്റും. ഹരീഷേട്ടാ, ഒരാളെ ഒരു നല്ലൊരു ഡയറക്ടർക്ക് നല്ലൊരു ആർട്ടിസ്റ്റിന് അറിയാൻ പറ്റും. അത് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അധികം മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാ, സെന്റിമെന്റൽ ക്യാരക്ടേഴ്സ്, കുറച്ച് ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരാള്. ആക്ടിങ് എന്ന് പറയുമ്പോൾ അത് കലയാണ്, മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ അത് കായികമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് എന്തോ ഈശ്വരാധീനം. പെൽസേച്ച് പറഞ്ഞ പോലെ നമുക്ക് ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെന്തോ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഹരീഷേട്ടൻ്റെ കൂടെ ഇവിടെ ഇരിക്കില്ല, ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ദൂരെ നിന്ന് നോക്കി കണ്ട ഒരാളെ കൂടെ ഇത്ര എടുത്തല്ല ഹരീഷേട്ടാ, ഇത്ര എടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഹരീഷേട്ടൻ്റെ കൂടെ ചെയ്ത സീൻസുകള് അതൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ചില സീൻസുകൾ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മൂവി കണ്ടാൽ അറിയാൻ പറ്റും അത് ഏതൊക്കെ സീനായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കുള്ളൊരു വൈബ്രേഷനോട് കൂടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഇരിക്കാൻ പറ്റട്ടെ, അതെ ഇരിക്കാൻ പറ്റട്ടെ. ഹരീഷേട്ടൻ്റെ അടുത്ത് തന്നെ ഇരിക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരാധനയോട് കൂടി നോക്കി കണ്ട ഒരാളുടെ കൂടെ നമ്മൾ എടുത്തൊരു സീറ്റ് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഈശ്വരാധീനം തന്നെയാണ്. ഇത് എപ്പോഴെങ്കിലും ഒരു ഡ്രീമിൽ ഉണ്ടായിരുന്നു ഫിലിം? മൂവി എന്നുള്ളതില്ല. ഞാൻ പണ്ട് പറയായിരുന്നു അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ, ഇപ്പൊ മാരേജിന് ശേഷം ഹസ്ബൻഡിന്റെ കൂടെ ഹോർഡിങ്സ് ഒക്കെ ഇങ്ങനെ കാണും, ആഡിന്റെ ഹോർഡിങ്സ് ഒക്കെ കാണും. അപ്പൊ ഞാൻ പറയട്ടെ ഇവരിങ്ങനെ എല്ലാവരും നോക്കൂല ഇങ്ങനെ അങ്ങനെ അറിയായിരുന്നു. ഞാൻ ഈ ഹോർഡിങ്സ് ഒക്കെ കാണുമ്പോൾ നല്ല കുട്ടികളൊക്കെ ആയിരിക്കും, അത് ഈ ഹോർഡിങ്സിലൊക്കെ നമ്മൾ ആഡ്സ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു ഹോർഡിങ്സ് ഭയങ്കര അതിനോടൊരു ഭയങ്കരതായിരുന്നു. പിന്നെ ഹരീഷേട്ടൻ ചെയ്ത നാടകങ്ങൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഹരീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇന്റർവ്യൂവിൽ മാത്രമാണ് പറഞ്ഞത്. ഹരീഷേട്ടൻ ഞാൻ ഇതുവരെ ഹരീഷേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പേടിയാണ്, ഇപ്പോഴും പേടിയുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ പറയായിരുന്നു. അപ്പൊ അത് പറഞ്ഞ് കുറെ കഴിഞ്ഞ് ഒരു 4 months കഴിഞ്ഞപ്പോട്ട് എനിക്കൊരു ടെക്സ്റ്റൈൽസിന്റെ കോൾ വന്നു, ഒരു ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വണ്ടറായി, എന്താ വെച്ചാൽ ഒരു 2-3 months മുന്നേ ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചൊരു കാര്യം. അപ്പൊ നോക്കുമ്പോൾ ഞാൻ പോയി ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റൈൽസിന്റെ, ഭയങ്കരമായിട്ട് ഒരുക്കി സാരിയൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്. നമ്മുടെ നോക്കുമ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലും താമരശ്ശേരി അവിടെയൊക്കെ ആയിട്ട് നിറച്ചിന്റെ ഹോർഡിങ്സ്. ഇല്ല അവിടെ ഫുള്ള് ഞാൻ ടെക്സ്റ്റൈൽസ് പറയുന്നില്ല, കുറെ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഫുൾ ഹോർഡിങ്സ് വന്നു എൻ്റെ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി. എന്താ വെച്ചാൽ 4 months മുന്നേ ആഗ്രഹിച്ചൊരു കാര്യം അതേപോലെയാണ് ഞാൻ ഹരീഷേട്ടൻ്റെ കൂടെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഞാൻ ഒരു മൂവി നമ്മുടെ ഇന്ത്യൻ കിച്ചനൊക്കെ ചെയ്തതിന് ശേഷം ടൗൺ ഹാളിൻ്റെ അവിടെ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ബൈക്ക് റൈഡിങ്ങിനത്തെ ഒരു പ്രോഗ്രാം. ഇന്നലെ ഹരീഷേട്ടൻ അവിടെ വെച്ച് ഞാൻ ഹരീഷേട്ടനെ പിന്നീട് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ മാറി നിന്നിട്ട് ഹരീഷേട്ടനും പിന്നെ നമ്മുടെ ജോയ് മാത്യു സാറൊക്കെ അവിടെ ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. അപ്പം ഞാനിവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്ത് ഒരു ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് ഞാനും ഉണ്ട്. അപ്പം നോക്കുമ്പോൾ ഹരീഷേട്ടനെ അൺഎക്സ്പെക്ടഡ് ഹരീഷേട്ടനെ വിളിച്ചു, ജോയ് സാറിനെ വിളിച്ചു. അപ്പോഴും ഞാൻ ഹരീഷേട്ടൻ്റെ കൂടെ പോയി നേരെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ അച്ഛനോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു ഞാൻ ഹരീഷേട്ടനെ കണ്ടു, അങ്ങനെ പറഞ്ഞു. ഞാൻ ഹരീഷേട്ടനെ കണ്ടു, ജോയ് മാത്യു സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ ഇടുന്ന അവർക്ക് ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു.
അപ്പം ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എനിക്ക്. എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഞാൻ അപ്പം പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ അത്ര ആഗ്രഹിക്കുന്നില്ലേ, അപ്പോൾ ചിലപ്പോൾ നടക്കും, നീ പണ്ട് ഓഡിയൻസിൻ്റെ സ്റ്റോറി പറഞ്ഞ പോലെ ചിലപ്പോൾ നടക്കും. അതേപോലെയാണ് എനിക്ക് ഹരീഷേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വിളി വന്നത്. ഇങ്ങനെ ഹരീഷേട്ടൻ്റെ ഭാര്യയുടെ വേഷം, പിന്നെ ഒന്നും ആലോചിച്ചില്ല, സ്റ്റോറി വെച്ചില്ല, ഒന്നും അന്വേഷിച്ചില്ല, നേരെ ചെയ്തു. അതേപോലെ തന്നെ ജോയ് മാത്യു സാറിൻ്റെ കൂടെ ഇപ്പം ഞാൻ അഭിനയിച്ചു. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു, പക്ഷെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. ജോയ് സാറിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഹരീഷേട്ടൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പം ഇൻ്റർവ്യൂവിലാണ് ഞാനിത് പറയുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഓപ്പർച്യൂണിറ്റി, ഇനിയും വലിയ വലിയ നടന്മാരുടെ കൂടെ അഭിനയിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട്. ഈശ്വര സഹായിക്കട്ടെ, സഹായിക്കും എന്തായാലും. അല്ല, നമ്മൾ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ എൻറ്റയർ യൂണിവേഴ്സ് നമ്മളോടൊപ്പം നിൽക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണ്. എൻ്റെ ഇത് വെച്ച് നോക്കാൻ സത്യമാണ് അത്. ഞാൻ എല്ലാവരും പറയണം, അത് നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അടുത്തേക്ക് എത്തിപ്പെടും. എന്താ വെച്ചാൽ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ സ്പോർട്സ് ആയിരുന്നു. ആ ജോബും എല്ലാം അവിടെ നിർത്തി വെച്ചിട്ടാണ് CRPF ഡൽഹിയിലായിരുന്നു ജോലി കിട്ടിയത്. ഞാനൊരു ഹോംലി എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഇത് ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു, സായിലായിരുന്നു, സ്പോർട്സ് ട്യൂഷനിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീട്, അച്ഛൻ, അമ്മ ഭയങ്കര അറ്റാച്ച്മെന്റാണ്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ആ ജോബും കാര്യങ്ങളും അവിടെ ഇട്ടിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാർഷൽ ആർട്സിന്റെ ക്ലാസ് എടുത്തത്. അത് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചത്. പക്ഷെ അത് വെറുതെ ആയിട്ടില്ല. ഓക്കെ, ഒരുപാട് സിനിമകളിലേക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ സുദീപ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുദീപ്, നമ്മുടെ ദാസേട്ടൻ്റെ സൈക്കിളിൽ എന്താണ് നിങ്ങളുടെ ഒരു വേഷം? ദാസേട്ടൻ്റെ സൈക്കിളിൽ ഇത് ചെറിയൊരു വേഷമാണ്. പക്ഷെ ആ വേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിൻ്റെ 2 സീൻസും ഹരീശ്വരനായിട്ട് ഡയറക്റ്റ് കോമ്പിനേഷനിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഹരീശ്വരൻ്റെ അനുഗ്രഹമായിട്ട് ഹരീശ്വരൻ്റെ കൂടെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതാണ് ഭയങ്കര ഭാഗ്യം. പിന്നെ ഇതിൽ അഭിനയിച്ചെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കാണുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ നേരത്തെ ഹരീശ്വരൻ പറഞ്ഞ പോലെ തന്നെ അഖിലിൻ്റെ സുഹൃത്താണ് ഡയറക്ടർ. അപ്പോൾ അവൻ്റെ സിനിമ അല്ലെങ്കിൽ കഥയായിട്ടുള്ള ജീവിതത്തിൽ ആദ്യം തൊട്ടേ അവൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആദ്യം തൊട്ടേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവനെപ്പോഴും സിനിമനെ കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ജനറേഷനിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷനിൽ നിന്ന് ആൾക്കാർ ഇപ്പോൾ സിനിമനെ കാണുന്ന ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിലേ അല്ല അഖിൽ സിനിമനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനിപ്പോഴും ഇപ്പോൾ ഹരിചേട്ടൻ പറഞ്ഞ പോലെ ശ്രീനേട്ടനും ബാലേന്ദ്രൻ സാറും ഒക്കെ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു ഫ്ലോറിലാണ് കഥകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അവനെ വിമർശിച്ചിട്ടുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനത്തെ കഥകൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം നമ്മളെപ്പോഴും കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ആണ് ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം എല്ലാവരും ചിന്തിക്കുന്നത്. കഥകളോ അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്ന് പറഞ്ഞ കല അല്ലെങ്കിൽ കഥേൻ്റെ സോള് ഇതൊക്കെ ചിന്തിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അഖില് സിനിമയായിട്ട് കുറേ നടന്നതിന് ശേഷമാണ് അഖില് ഹരീശ്വരൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. ആ ചിന്താഗതി കറക്റ്റായ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പം ഉള്ള ഒരു എന്താ പറയുക, പുതിയത് ക്രിയേറ്റ് ആവുക എന്ന് പറയുന്നൊരു ഇതാണ്. പിന്നെ ഐശ്വര്യത്തിൻ്റെ സമയം തൊട്ടിട്ട് അഖിലിനെ ഹരീശ്വരൻ ആക്സെപ്റ്റ് ചെയ്തത് ആ കലയോടുള്ള ഒരു, ഹരീശ്വരൻ തന്നെ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, അഖിലിൻ്റെ അടുത്ത് നിന്ന് ഹരീശ്വരന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് അവൻ ഈ ക്യാരക്ടേഴ്സിനെ കാണുന്ന രീതി, അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി, അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതി. ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറയുമ്പോൾ ദാസേട്ടൻ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ലൊക്കേഷൻ മൊത്തം അല്ലെങ്കിൽ ഈ സിനിമ ത്രൂ ഔട്ട് ഹരീഷേട്ടൻ ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമേൻ്റെ ഒരു ഗൃഹനാഥൻ തന്നെയായിരുന്നു. കാരണം ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സിലും ഹരീശ്വരനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. എല്ലാം ഹരീശ്വരൻ്റെ ഇതിലാണെങ്കിലും ഈ ഇപ്പോൾ നേരത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും പറഞ്ഞ പോലെ ടെക്നീഷ്യൻസും ഷെയർ ചെയ്യുന്ന പോലെ ഇതെല്ലാവർക്കും ഒരു നമ്മളൊരു സാധാരണ സിനിമ സെറ്റിൽ പോകുന്ന പോലെ എല്ലാവർക്കും ഭയങ്കര ഫ്രീഡത്തിൽ വർക്ക് ചെയ്തതാണ്, എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 17 ദിവസം കൊണ്ട് ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു ഡെഡിക്കേഷൻ ലെവലും ആ ഒരു ഫ്രീഡം, അതിന് ഹരീശ്വരനോട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ഹരീശ്വരൻ്റെ ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ കൊടുക്കുന്നൊരു ഫ്രീഡം അത് അതിൻ്റെ മുകളിൽ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് അല്ല. സിനിമേനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടും നടക്കുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് ഹരീശ്വരൻ പറഞ്ഞ പോലെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമേൻ്റെ ചുറ്റുപാടുകൾ ആ വിഷയം തന്നെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തേണ്ടി വരും. അതിന് നമ്മളെ കല എന്ന മാധ്യമത്തിന് ഒരുപാട് റോളുണ്ട്. നമ്മൾ പുതിയ സമൂഹം വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് എന്താ പറയുക പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ചില ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടി വരും. ഇപ്പോൾ ഹരീശ്വരൻ്റെ പൊളിറ്റിക്കൽ നിലപാടുകൾ പോലെ തന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ വേണം അതിനൊന്ന് പുറകോട്ടൊന്ന് ചിന്തിപ്പിക്കാൻ. അപ്പം ആ ഒരു ഇതാണ് ഈ സിനിമയെന്ന് നമ്മൾ കൂടുതൽ
സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. അതായത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പല വാല്യൂസും. അതെ, മനുഷ്യന്റെ നമ്മൾ ചിന്തിക്കേണ്ട, പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട ചുറ്റുപാടുകൾ ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കും. ഇങ്ങനെയാണ് നമ്മളെ. അതെ, ഓക്കെ. അപ്പം കറക്റ്റ് നമ്മൾ തുടങ്ങിയത് സമയത്തിൻ്റെ ഇതിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്താണ് ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന പല ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ സുധീവിനോട് ചോദിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, സിനിമയാണോ മെയിൻ ഒരു ഗോൾ ലൈഫിൻ്റെ? സിനിമ യാദൃശ്ചികമായിട്ട് സിനിമയിലേക്ക് വന്നതാണെങ്കിൽ, പക്ഷെ നമുക്ക് ഇതിന്റെ ഇപ്പം നമ്മൾ ഏത് ജോലി ചെയ്യണം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അപ്പം ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ സിനിമന്റെ ഷെഡ്യൂളുകളെ പറ്റി നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, രാത്രി 2 മണി 1 മണി. ഞാനൊക്കെ വിചാരിക്കും ഇവരൊക്കെ ഇങ്ങനെ പണിയെടുക്കുന്നത്, കാരണം നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതിനെ കാണുന്നത്. പക്ഷെ ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതിന്റെ ഡെഡിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് ഒരു ജോലിയല്ല. കാരണം എല്ലാവർക്കും ഇത് ഒരു ഭയങ്കര സിനിമേന്റെ സെറ്റ് എന്ന് പറയുന്നത് ഒരു വേറെ ഫീൽ തന്നെയാണ്. കാരണം അവിടെ ആരും ഈ 9 to 5 ജോലി ചെയ്യുന്ന ആൾക്കാരല്ല, അത് വേറെ ലോകം തന്നെയാണ്. കാരണം അതിൽ നമുക്ക് മനസ്സിലാവും സിനിമയിൽ ജീവിക്കുന്ന. നമുക്ക് പലപ്പോഴും ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, സിനിമയിലൊന്നും പോയിട്ട് ഫിനാൻഷ്യലി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് വലിയ മെച്ചമില്ലാത്ത ആൾക്കാർ നമ്മൾ എത്രയോ ആൾക്കാരെ കാണാം. പക്ഷെ എന്നാലും സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് ഒരു വരുമാനം അവർക്ക് അതിനോട് കിട്ടുന്നുണ്ടാവില്ല, ജോലി ഇല്ലാണ്ടിരിക്കും, കുടുംബം തള്ളി നിൽക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ അവരെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആയി ജീവിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വന്നതിന് ശേഷം മനസ്സിലാവും. അവരുടെ ഡെഡിക്കേഷൻ എന്താണ് അവർക്ക് ഇതിനകത്ത് കിട്ടുന്നതെന്നില്ല. അത് വേറൊരു ലോകം തന്നെയാണ്. അതായത് ഇഷ്ടപ്പെട്ട് പണിയെടുക്കുക, ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരും എന്ന് പറയും. ഇപ്പോൾ ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ചൂസ് ചെയ്യുന്ന ഫീൽഡായിരിക്കും ഓരോ കലാകാരനും. ഫിലിം ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, വേറെ എന്ത് കലാരൂപം ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ എൻ്റർടൈൻമെൻറ്റും സാറ്റിസ്ഫാക്ഷനും കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പം ബാക്ക് ടു നമുക്ക് ഹരീഷ് ഏട്ടനിലേക്ക്. നമ്മളെ ഇതിൽ ഒരു ചെറുതാണെങ്കിൽ പോലും ഒരു ചെറിയ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പറയണോ? അത് മുഴുവനല്ല, മീൻസ് ഒരു ചെറിയ ഒരു പോലീസ് ഓഫീസറാണ് എൻ്റെ കഥാപാത്രം. അഖിൽ വിളിച്ചിട്ട് തന്നെയാണ്. ഞാൻ അഖിലിൻ്റെ ഫ്രണ്ടാണ്, പേര് മനീഷ് എന്നാണ്, പാലാഴി സ്വദേശിയാണ്. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ പോയി ചെയ്യുക. കുഴപ്പമില്ലാതെ ചെയ്തെന്ന് വിചാരിക്കുന്നു. നന്നായിട്ടുണ്ട്. ആണോ? താങ്ക് യു ഹരീഷേട്ടാ, വലിയൊരു അംഗീകാരമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. സോ ഇനി ഹരീഷ് ഏട്ടനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പം അഖിലിനെ ഈ ഒരു കഥയിലേക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഓരോ സിറ്റുവേഷൻസും ഓരോ സംഭവങ്ങളും ഉണ്ടാവും. ഹരീഷ് ഏട്ടനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? പിന്നെ ഞങ്ങൾ ഒരു കഥയുടെ തുടക്കം മുതൽ തന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്. അഖിലുമായിട്ടുള്ള എൻ്റെ ബന്ധം ശരിക്കും ഐശ്വര്യതയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐശ്വര്യതയിൽ എങ്ങനെയാണ് അത് കണക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം അഖിലെന്നെ കാണാൻ വന്നപ്പം ഇവനെ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഇങ്ങനെ കണ്ടു. അതിലെനിക്ക് മനസ്സിലായി സിനിമ ഇയാൾക്കറിയില്ല. അത് എഴുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അയാൾ സിനിമക്കാർ എഴുതുന്ന ഒരു രീതിയുണ്ട്, അത് സിനിമ അറിയാത്തവർ പോലും അത് കോപ്പി അടിച്ചിട്ട് എനിക്ക് സിനിമ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി പേജിൻ്റെ പകുതിയിലൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഉള്ളത്. എങ്കിൽ അങ്ങനെയൊന്നുമില്ല. അയാൾ വളരെ സത്യസന്ധമായിട്ട് ഒരു നോട്ട് എഴുതും പോലെയാണ് സംഗതി എഴുതിക്കൊണ്ടുവന്നത്. പക്ഷേ ആ നോട്ടിനുള്ളൊരു ഭയങ്കര രസമായൊരു സിനിമ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ വായനയിൽ തന്നെ മനസ്സിലായി. അതൊരു നല്ല, അത് അകലില്ലാത്തതുകൊണ്ട് പറയാം, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാം, അത് നല്ലൊരു പ്രതിഭ അയാളിൽ ഉള്ളിലുണ്ട് എന്നെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ അഖിലിൻ്റെ തോളിൽ കൈയിടാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അത് ആദ്യത്തെ ഐശ്വര്യതി മുതൽ ഞാനത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അത് നല്ല രസമായിട്ട് പോയിരുന്നു. പിന്നീട് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ വളർന്നപ്പോൾ അഖിൽ ഒരുപാട് കഥകൾ എന്നോട് പറയുന്നുണ്ട്. അത് അങ്ങനെ ഇത്തരം ഭയങ്കര സിനിമാ കഥകളല്ല പറയാം, പലപ്പോഴും ഇങ്ങനെയുള്ള ഓരോരോ തോട്ടുകളായിട്ടാണ് വരിക. അങ്ങനത്തെ പ്ലോട്ടുകളായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം മുതൽ തന്നെ ഇപ്പോൾ ദാസേട്ടൻ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ദാസേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ് നമ്മളെടുത്ത് ആദ്യം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ദാസനെ. ഇത് നമ്മൾ നല്ല പരിചയമുള്ളൊരു കക്ഷിയാണ്, എന്നാൽ അതേ സമയത്ത് ഇയാളുടെ പിന്നാമ്പുറം ആർക്കും അങ്ങനെ കിട്ടൂല്ല എന്നുള്ള ഒരു അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ ഇടയിലുള്ള ആളുകൾ, അതായത് തുടക്കം മുതൽ പറയുന്നത്. അങ്ങനെ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കഥാപാത്രം. അവിടുന്ന് പിന്നെ അങ്ങോട്ട് കഥയുടെ തുടക്കം മുതൽ തന്നെ ഞാനുണ്ട് അഖിലിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ വളർച്ചയിലൊക്കെ ഞാനത് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ നമ്മൾ വളരെ അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ മുന്നേ നടക്കുന്ന ഒരുപാട് ചർച്ചകളുണ്ട് ഞങ്ങൾ. അത് അധികവും നേരിട്ടായിരിക്കും. എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും ഞാനുള്ള സ്ഥലത്തേക്ക് അഖിലെത്തും. അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞങ്ങളത് ചർച്ച ചെയ്യാറ്. ഒരിക്കലും രാജസ്ഥാനിൽ വരെ വന്നു. ഞങ്ങൾ മലൈക്കോട്ടെ വാലിബൻ്റെ സമയത്ത് ഒരിക്കൽ രാജസ്ഥാനിൽ വരെ വന്നിട്ട്
പോയി, അത് വേറൊരു കാര്യത്തിനാണ്. അത് ശരി. അപ്പം എന്നെ കാണാൻ വേണ്ടി എവിടെയും വരും. അത് അങ്ങനെ ഉള്ളൊരു ബന്ധമാണത്. ഓക്കെ. അപ്പം ദാസേട്ടൻ്റെ സൈക്കിള് ശരിക്കും പറഞ്ഞാൽ ഈ സൊസൈറ്റിയിലെ എവിടെയായിരിക്കും ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ന്യൂ ജനറേഷനിലാണോ, അല്ലെങ്കിൽ ഓൾഡ് ജനറേഷനിലാണോ, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെയൊക്കെ നടുവിൽ നിൽക്കുന്ന ഒരു ലെവലിലാണോ? ഒരു ജനറേഷൻ വ്യത്യാസം ഇല്ലാതെ ഇത് കാണാൻ ഔട്ടാവും എന്നുള്ള ധാരണയിൽ തന്നെ ഞങ്ങൾ. ഓഹോ. കാരണം ഇതിൻ്റെ ജനറേഷൻ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു വീടാണ്, വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പറയേണ്ട സമയമായി എന്ന് തോന്നുന്നത് ഘട്ടത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ജനറേഷൻ വ്യത്യാസങ്ങളില്ല. ഏറ്റവും പുതിയ ജനറേഷൻ്റെ കാര്യങ്ങൾ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്, ഏറ്റവും പുതിയ ജനറേഷൻ്റെ. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു വിഷയമുണ്ട്. ഇത് എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഉന്നയിച്ചൊരു വിഷയമുണ്ടല്ലോ, ആ വിഷയത്ത് ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹം നല്ല രീതിയിലാണ് ഇതെവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ്, രാഷ്ട്രീയ ഭേദ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് നിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ പറച്ചിലിൻ്റെ പിന്നിലുള്ള ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ അത്രയും ആ യാഥാർത്ഥ്യത്തോട് നമ്മളിങ്ങനെ വല്ലാതെ അടുത്ത് നിൽക്കുകയാണ്. അവിടെ ഈ സിനിമയ്ക്ക് വലിയ പ്രസക്തി ഉണ്ട്. കാരണം ഒരു അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ സംസാരിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മളെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ആദ്യം തുടങ്ങുന്നത് നമ്മളെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്, ആ പ്രവർത്തനം ആദ്യം തുടങ്ങേണ്ടത്. അത് അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വിഷയം എന്നല്ല, മൊത്തത്തിൽ ആ വിഷയം അതാണ് എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നുള്ള ഒരു സാധനം. ഓക്കെ. ഇപ്പം ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളാണോ ഉദ്ദേശിച്ചത്? ദാസൻ്റെ ഒരു ജീവിത ചക്രം തന്നെയാണ്. ഓഹോ. പല ഘട്ടങ്ങളാണോ ജീവിതത്തിൻ്റെ ഒരു ചക്രമാണ് അത് ഇപ്പം പറയില്ല, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സൈക്കിൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കണ്ടേ. ഓക്കെ. അപ്പം ദാസേട്ടൻ്റെ സൈക്കിള് കറക്റ്റ് ടൈമിൽ കറക്റ്റ് സമയത്ത് എന്താണോ സമൂഹത്തോട് പറയേണ്ടത് അത് തന്നെ പറയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും തിയേറ്ററിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ ദാസേട്ടൻ്റെ സൈക്കിൾ ഒരു ഗംഭീര വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താമല്ലേ ഹരീഷ് ചേട്ടാ? ഓക്കെ. സന്തോഷം.